അതായത് രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം തെറ്റാണ്. ജനാധിപത്യ രാജ്യത്ത് ഒരു ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ആ ഇലക്ഷൻ കമ്മീഷൻ നിയമവും അതുപോലെ തന്നെ സെക്ഷനൊക്കെ ഉണ്ട്, വകുപ്പുണ്ട്. ഡബിൾ വോട്ടിംഗ് ഇഷ്ടം പോലെ ഉണ്ട്. അത് എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ട്. അവർ വോട്ട് ചെയ്യണം. ഒരാൾ രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്താൽ മാത്രമേ വോട്ട് കൊള്ളെന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ വോട്ട് ചെയ്യാത്ത മരിച്ച ആൾക്കാരുടെ വോട്ട് വേറെ ചെയ്യണം. അതാണ് തെളിയിക്കേണ്ടത്. ഡബിൾ വോട്ടിംഗ് ഉള്ളത് കൊണ്ട് വോട്ട് കവർച്ച പറയാൻ പറ്റില്ല. ഒരു ബിൽഡിങ്ങിൽ ഒരു 500 600 വോട്ടുണ്ടെങ്കിൽ ആ തെറ്റാണെന്ന് പറയാനുള്ള കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ഇലക്ഷൻ സമയം കൊടുക്കണം ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ആൾക്കാരും ഇത് ശ്രമിക്കണം. അപ്പോൾ ഇല്ലെങ്കിൽ ഫാൾസ് ആണെങ്കിൽ ഫേക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഓട്ടോമാറ്റിക്കായിട്ട് അവർ നീക്കം ചെയ്യും. പിന്നെ എല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ച് 2 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ കൊടുക്കണ്ട, അല്ലെ ഇലക്ഷൻ പെൻഷൻ കൊടുക്കണം. അതും കൊടുത്തിട്ടില്ല. ഡ്രാഫ്റ്റ് ഉണ്ട് ഇടും ആദ്യം. ആ ഡ്രാഫ്റ്റിൽ ആളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആളെ ചേർക്കണമെങ്കിൽ ഒക്കെ നമുക്ക് ചേർക്കാം. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന ആളില്ല, നാട്ടിലില്ല, ഇവിടെ സ്ഥിര താമസക്കാരല്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പരാതി കൊടുക്കാം. അതിനുശേഷം മാത്രമേ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യും, ഈ ഒറിജിനൽ പ്രസിദ്ധീകരിക്കും. ആ വോട്ട് വോട്ടറാണ്. അതിൽ ഡബിൾ വോട്ട് ഉണ്ടെങ്കിൽ ഒരാളെ വോട്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പം തൃശ്ശൂരുണ്ട് ഒരാളുണ്ടാവും, അല്ലെങ്കിൽ അയാൾ ചെന്നൈയിലേക്ക് താമസിക്കുന്നത്, അയാൾക്ക് ചെന്നൈയാണ് ഇപ്പം വോട്ട് ചെയ്യാൻ ഇഷ്ടം. അയാൾ തൃശ്ശൂർ വോട്ട് ചെയ്യില്ല. ചിലപ്പോൾ തൃശ്ശൂരും അവിടെയും ഉള്ള വോട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ കവർച്ചയാവുന്നില്ലല്ലോ, വോട്ട് കവർച്ചയല്ലോ അത്. വോട്ട് കവർച്ച, വോട്ട് കൊള്ളാന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ വോട്ട് ഞാൻ കൊള്ള ചെയ്യാറുണ്ട്. അങ്ങനെ ആരും പരാതിപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വോട്ട് കൊള്ള ചെയ്യുന്ന ആരും ഉണ്ട്. രാഹുൽ ഗാന്ധി ഞാൻ പറയാ അതുകൊണ്ട് കാര്യമില്ല.